5 വർഷങ്ങൾക്ക് ശേഷം CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ജില്ലയുടെ ഒരു സംഘടനാ ചുമതലയിലേക്ക്, നേതൃനിരയിലെ ഒരു സംഘടനാ ചുമതലയിലേക്ക് ജി സുധാകരൻ മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു മാറ്റം? കാരണം ഒരുപക്ഷെ ഇപ്പോൾ ജി സുധാകരൻ്റെ ഘടകം ആലപ്പുഴയിലെ ജില്ലാ കോടതി ബ്രാഞ്ചാണ്. അവിടെ നിന്നാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച്. അതെ, ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ഇതുള്ള ബ്രാഞ്ചിലാണ് സാർ ഉള്ളത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ നിന്നും ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലയുടെ മുഴുവൻ ചുമതലയുള്ള 6 അംഗ സമിതിയിലേക്ക് സാർ എത്തിയിരിക്കുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ ജില്ലയിലെ 9 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യം ആവിഷ്കരിക്കുകയും പരിശോധിക്കുകയും മുന്നോട്ട് നയിക്കുകയും അങ്ങനെ പരമാവധി വിജയം നേടുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുള്ളതാണ്. ആ ചുമതല പരിശോധിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും ഒരു കോർ കമ്മിറ്റി പോലെ സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാ ജില്ലകളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഒരു 2 ആഴ്ച മുമ്പ് ജില്ലാ സെക്രട്ടറി നാസർ എന്നെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള അറിവാണ് എനിക്കുള്ളത്. അതല്ലാതെ വേറെ രേഖാപരമായ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും ജില്ലാ സെക്രട്ടറി നാസർ നൽകിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഏരിയ സെക്രട്ടറിമാരൊക്കെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അങ്ങോട്ട് സർക്കിളുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കതേപ്പറ്റി അറിവുള്ളത്. ഞാനിപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയ സ്ഥിതി അല്ലല്ലോ. ഈ സർക്കുലർ സാറിന് അയച്ചു തന്നിട്ടില്ല? ഇല്ല, എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇല്ല. ഏത് രീതിയിലുള്ള ഒരു മടങ്ങിവരവായിരിക്കും? ഒരുപക്ഷെ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും ജി സുധാകരൻ വീട്ടിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു നേരിട്ടുള്ള ക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപക്ഷെ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു കാലയളവ് കടന്നുപോയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ കാലയളവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, ഒരു മാനദണ്ഡം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി നിശ്ചയിച്ച് ആ മാനദണ്ഡ പ്രകാരമാണ് കുറച്ച് പേര് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്. അതിലൊരാളാണ് ഞാൻ. ആ കൂട്ടത്തിൽ മൊയ്തീനുണ്ട്, AC മൊയ്തീനുണ്ട്, ബാലനുണ്ട്, അങ്ങനെ വേറെ ചില സഹകൾ കൂടിയുണ്ട്. അത് ആ മാനദണ്ഡപ്രകാരം ഒഴിവായതാണ്. അതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമായി ഉൾപ്പെടുത്താൻ ഉള്ള തീരുമാനം വന്നത്. ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ഇതുവരെ കൂടി എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു വരിക. അതാണ്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം ജി സുധാകരൻ മത്സരിക്കണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ സാറിനോടൊപ്പം അന്ന് ഒഴിവാക്കപ്പെട്ട പലരും, അതായത് ടേം വ്യവസ്ഥയിൽ ഒഴിവാക്കപ്പെട്ട പലരും തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു മത്സരിക്കാനുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ഇപ്പോൾ പാർട്ടി എന്ന് തീരുമാനിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയാനാവില്ല. കാരണം അങ്ങനൊരു തീരുമാനം എടുത്ത് എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ പറ്റി ഒരു തീരുമാനം എടുത്തിരിക്കാനിടയില്ല, എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ ആലോചിച്ച് പറയുമല്ലോ. അതായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും ശരി, ആളുകൾ ഇങ്ങനെ പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാനതിനൊന്നും തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുള്ള നിലപാടുകളൊന്നും വന്നവരോടും പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഇലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും അതുപോലെ തന്നെയുള്ള സമീപനമാണ് ഇനിയും തുടരാൻ പോകുന്നത്. ജി സുധാകരൻ BJP പോകുന്നു, ജി സുധാകരൻ കോൺഗ്രസിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ പലതവണ ഈ ഫേസ്ബുക്കിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പോസ്റ്റുകളിടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ആളുകൾ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ
പരമാവധി പരിചയസമ്പന്നരായ സഹാക്കളെ BJP-യിലോട്ടും കോൺഗ്രസിലോട്ടും അയക്കുക. അതാണ് നമ്മുടെ ധർമ്മമെന്ന് കരുതുന്ന പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോഴാണ് ഇങ്ങനെ മാധ്യമ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. ഞാൻ അമ്പലപ്പുഴ മത്സരിക്കാൻ പോകുന്നു. അതുകൊണ്ട് പാർട്ടി അക്കാര്യമൊന്നും തീരുമാനിച്ചായിട്ട് എനിക്കറിവില്ല, തീരുമാനിച്ചറിയിച്ചിട്ടുമില്ല. തീരുമാനം എന്താണോ അതനുസരിച്ച് തന്നെ ആയിരിക്കും മുൻകാലങ്ങളിലെ പോലെ ഇനിയും പ്രവർത്തിക്കുക. ജാതി മതമൊന്നും കളിച്ചാൽ ഇവിടെ ആരും വിജയിക്കത്തില്ല. മതനിരപേക്ഷതയ്ക്കാണ് ഇവിടെ വോട്ട് കിട്ടുന്നത്. പിന്നെ പാർട്ടിക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി എന്ത് ചെയ്തു എന്നുള്ളത്, കാരണം പാർട്ടിക്ക് വേറുള്ള ഒരു ജില്ലയായത്, രക്തസാക്ഷി കണ്ട ജില്ലയാണ്. പാർട്ടിക്ക് വേണ്ടി എന്ത് വിയർപ്പൊഴുക്കി, പാർട്ടിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു, ഇതവർ നോക്കും. കാരണം വി.എസ്. അച്യുതാനന്ദനും KR ഗൗരിയമ്മയും R. സുഗതനും CBC വാര്യരൊക്കെ ജയിച്ചു വന്ന ജില്ലയായത്. വലിയ കേരളത്തെ പ്രമുഖരായ നേതാക്കന്മാർ അസംബ്ലിയിലേക്ക് അയച്ച ഒരു ജില്ലയായത് ആലപ്പുഴ. അപ്പോൾ അവർ പാർട്ടിക്ക് വേണ്ടി എന്ത് അധ്വാനിച്ചു, എന്ത് ബുദ്ധിമുട്ടി, തൻ്റെ കാര്യം മാറ്റി വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നോക്കിയാൽ വോട്ട് കൂടും. അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ബലത്തിനും അതിനുവേണ്ടി ചെലവഴിച്ച വേർപ്പിനും കൂടെ വോട്ടുണ്ട്. പിന്നെ സമരങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതെല്ലാം നോക്കി ഇവിടെ വോട്ട് വരും ആലപ്പുഴയിൽ. പിന്നെ ഒരിക്കൽ നമ്മൾ മത്സരിച്ചൊരു ഉത്തരവാദ മന്ത്രിയോലും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, വല്ല വികസനം നടത്തിയോ? ഒരുപാട് വികസന ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധം കുറേ കാര്യം ചെയ്തെങ്കിൽ അതിൻ്റെ വോട്ട് വരും. ഇങ്ങനെ പലതരത്തിലുള്ള വോട്ടുകൾ എനിക്ക് വന്നു. അങ്ങനെയാണ് 23,000 എത്തി. അതൊന്നും ഈ അമ്പലപ്പുഴയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മെജോറിറ്റിയൊന്നും ആർക്കും ഇവിടെ കിട്ടിയിട്ടില്ല ഒരു കാലത്ത്. അത് കൂടുതൽ മെജോറിറ്റി കിട്ടിയതൊന്ന് ഐസക്കിനാണ്. അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 30,000 35,000 വോട്ട് അവസാനം ലീഡുണ്ടായിരുന്നു. ബാക്കി എല്ലായിടത്തും കുറവാണ്. ബാക്കി എല്ലായിടത്തും നമ്മളെക്കാൾ കുറവായിരുന്നു. ആ തരത്തിലാണ് മുൻകാല ഇലക്ഷനുകൾ പാർട്ടി തീരുമാനപ്രകാരം മത്സരിച്ചു വിജയിച്ചു. ഈ ഒരു കോർ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ കമ്മിറ്റിയുടെ ഒരു ചുമതല, എന്തൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ വരും? എന്നോട് അതിൻ്റെ ചുമതലകളെ പറ്റിയൊന്നും നാസർ സംസാരിച്ചില്ല. അത് സംബന്ധിച്ച് ലെറ്ററുകളൊന്നും എഴുതി തന്നിട്ടില്ല. ഇന്ന കാര്യമാണ് അതൊന്നും ആകെ ഫോണിൽ കൂടി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ അറിയിപ്പ് കിട്ടിയത് വേറെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് മേൽനോട്ടത്തിനാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് വ്യക്തമാണല്ലോ. ഈ സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രചരണം, അതിൻ്റെ സംഘടനാ പ്രവർത്തനം, അതിൻ്റെ അടവുപരമായിട്ടുള്ള പ്രസംഗ ശൈലിയിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കൊടുക്കുന്നതാണ് ജോലി. 9-8 സീറ്റല്ലേ ആലപ്പുഴ ജില്ലയിലെ പാർലമെൻ്ററി ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ ക്രോണോളജി നോക്കിയാൽ തന്നെ 2006 മുതലാണ് ആ വളർച്ച ഉണ്ടായിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വലിയ വളർച്ച ഉണ്ടായി. പാർട്ടി ഒന്നായിരുന്നപ്പോൾ തന്നെ 57 ഗവൺമെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ MLA-മാരെ സംഭാവന ചെയ്ത ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. 57 ലക്ഷത്തിൽ തന്നെ. പിന്നെ 67-ലും പിന്നെ 80-ൽ പിന്നെ 86 91-ലെല്ലാം തന്നെ ഭൂരിപക്ഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 91-2000 ഭൂരിപക്ഷം കിട്ടിയില്ല. 82-87 കിട്ടിയില്ല. UDF ജയിച്ചു. ആ 2 തവണ. ബാക്കിയൊക്കെ LDF തന്നെ ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ LDF-ന് മുൻതൂക്കമുള്ള ഒരു ജില്ലയായി ആലപ്പുഴ മാറിയിട്ടുണ്ട്. അമ്പലപ്പുഴയാണെങ്കിൽ ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട്. VS മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് 2 തവണ. അതേ ഒരിക്കൽ തോറ്റു അടിയുന്നത് അവസ്ഥ കളിക്കുക. അതേ അവസ്ഥ ജില്ലയിലെ എല്ലാ MLA-മാരും എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റല്ലോ. പിന്നെ അദ്ദേഹം പാലക്കാട്ട് പോയി മത്സരിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായതിന് പിന്നിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ ഒരു ഇടപെടലുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലുള്ളതായി തോന്നുന്നുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ കൂടെ അഭിപ്രായം തേടിയാണ് തീരുമാനിച്ചതെന്നാണ് നാസർ പറഞ്ഞതിൻ്റെ സൂചന. എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ല ഒരു കുറച്ച് LDF 9-8 സീറ്റാണല്ലോ ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഞാനും ഐസക്കും മിനിസ്റ്ററാവുന്ന 2006-2011 11 സീറ്റുണ്ടെന്ന്. 11 5 ഉള്ളൂ.
അതാണ് ഇപ്പോൾ 9-ൽ 2 സീറ്റ് കുറഞ്ഞു. പിന്നെ 9-ൽ 8ആയി മാറി. കഴിഞ്ഞ 16-ൽ 9-ൽ 8ആണ്, 21-ൽ 9-ൽ 8ആണ്. അതിന് മുമ്പ് 9-ൽ 7ആയി. അതിന് മുമ്പ് 11-ൽ 5 ഉള്ളായിരുന്നു. അങ്ങനെ വളർന്ന് ഒരു സീറ്റ്. രമേശ് ചെന്നിത്തലയുടെ ഒരു സീറ്റ് മാത്രം തുടർച്ചയായിട്ടല്ല, കഴിഞ്ഞ 2 തവണയായിട്ട് അദ്ദേഹം ജയിച്ചു വരികയാണ്. അതിന് മുമ്പ് ദേവകുമാർ ജയിച്ചിട്ടുണ്ട്, താമരാക്ഷൻ ജയിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് തുടർച്ചയായിട്ട് അവിടെ രമേശ് ചെന്നിത്തലയാണ് ജയിച്ചു വരുന്നത്. ബാക്കി വെച്ച എല്ലാ സീറ്റും നമ്മുടെയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. ജയിക്കുന്നവർ സ്ഥാനാർത്ഥിയാവണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ജനങ്ങളുടെ മനസ്സും പൾസുമൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ, കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യം പറയാറുണ്ട്. ആലപ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയത്. വലിയ മാറ്റമല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം ജില്ലയിലുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ മണ്ഡലങ്ങൾ, ഇപ്പോൾ സൈച്ചറിയാനെ പോലുള്ള മണ്ഡലങ്ങൾ, അവരുടെയൊക്കെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരൊക്കെ നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ ഇപ്പോൾ 9-ൽ 5 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇടതുപക്ഷ പഞ്ചായത്തുകളാണ് പോയിരിക്കുന്നത്. അങ്ങനെ പ്രാദേശികമായി വലിയ രീതിയിൽ BJPക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അത് CPM-നെ തന്നെയാണ് ക്ഷീണിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ 9 പഞ്ചായത്താണോ 12 പഞ്ചായത്താണോ സംശയമുണ്ട്. കാരണം അവിടെ മുളക്കഴ, ആല, പിന്നെ തിരുവൻപണ്ടൂർ, പാണ്ടനാട്, മാന്നാറ്, വെൺമണി, ചെന്നിത്തല, മാന്നാറ് ഞാൻ പറഞ്ഞു, ഇനിയുണ്ട്. അങ്ങനെ ഇപ്പം തന്നെ 7ആയി ഒരു മുനിസിപ്പാലിറ്റി. എന്തായാലും അവിടെ 5 പഞ്ചായത്ത് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. നമുക്കവിടെ ഉണ്ടായിരുന്ന 2ആയിട്ട് ചുരുങ്ങി പഞ്ചായത്തുകൾ. അത് ശരിയാണ്. പല സ്ഥലത്തും അവർക്ക് കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കായംകുളത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ 1ാമത് വന്നല്ലേ, 38,000 വോട്ട് കിട്ടി 1ാമത് വന്നു. പക്ഷേ അസംബ്ലിയിൽ ജയിക്കാൻ ആ വോട്ടൊന്നും പോരാ. അവിടെ ആ വോട്ടുകൊണ്ടൊന്നും അവിടെ ജയിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പൊതുവെ കേരളത്തിലൊട്ടാകെ വന്നല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. ഒരു കാലത്ത് ജനസംഘമായിരുന്നപ്പോൾ 2% വോട്ടേ ഉള്ളായിരുന്നു. അത് വന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ 21% BJPയുടെ വോട്ട്. അതിന് മുമ്പ് തന്നെ ഏതാണ്ടൊരു 30%-ലേറെ വോട്ടായി ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള മത്സരിക്കുമ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 42,000 വോട്ടും 30% വോട്ട് പെർസെൻറ്റേജും വന്നു. കാരണം അതിനൊരു കാരണമുണ്ട്. നമ്മളത് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അവർ ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നൊരു ആകർഷകത്വം അവർക്ക് രാജ്യത്തുണ്ട്. ആകർഷകത്വം ഉണ്ടെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ആകർഷണ വലയത്തിലേക്ക് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വീണിട്ടില്ല. ഇവിടെയാണ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു ദേശീയ തലത്തിലുള്ള വോട്ടിൻ്റെ രീതി ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ അത് CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ടും വർഗീയതയ്ക്കെതിരായി നടത്തുന്ന ശക്തമായ പ്രചരണം കൊണ്ടുമാണ്. ആ പ്രചരണത്തിനൊരു തരത്തിലുള്ള കോട്ടം ഉണ്ടായിക്കൂടാ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി UDF BJP മുന്നണി എല്ലാവരെയും പരാജയപ്പെടുത്തക്ക തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തി നിർത്തുക എന്നുള്ളത് തന്നെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത്. പാർട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് മുഖ്യമന്ത്രി കാണാനായി സുഖമില്ലാതിരിക്കുമ്പോൾ കാണാതെ നേരിട്ട് ഇവിടെ വീട്ടിലെത്തി. ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് അല്ലേ? അല്ല, അത് ശരിയാണ്. എനിക്ക് അസുഖമായെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നതാണ്. മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. ഇപ്പോൾ 17 മരിച്ചുപോയി. അമ്മ സുഖമില്ല. ഇതേ മാന്നാർ പരിമല ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ്. 10 ദിവസമായിരുന്നു അമ്മ മരിച്ചു, 83-ാമത്തെ വയസ്സ്. അന്ന് അവിടെ പിണറായി അമ്മയെ കാണാൻ വന്നു. ചെങ്ങന്നൂരൊരു പരിപാടി കഴിഞ്ഞ് അദ്ദേഹം അവിടെ കയറി കണ്ടിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് സുഖമില്ല എന്നറിഞ്ഞ് അദ്ദേഹം വന്നതാണ്. കാരണം അതിൽ അസ്വാഭാവികത, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതല്ലേ. പാർട്ടിയിലൊരു 10-30 വർഷക്കാലമല്ലേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ പ്രവർത്തിച്ചത്. മിനിസ്ട്രിയിൽ അദ്ദേഹത്തോടൊപ്പം 5 വർഷം പ്രവർത്തിച്ചില്ല.
VSന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാം പിണറായിട്ട് ആലോചിച്ചല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു പാർട്ടി ബന്ധവും ഗവൺമെൻറ്റിലിരുന്ന 5 വർഷത്തെ ബന്ധമൊക്കെ ഉണ്ട് അദ്ദേഹമായിട്ട്. ഒരു വളരെ വിശ്വസ്തമായ തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഈ മാനദണ്ഡപ്രകാരം ചുരുങ്ങിയൊരു പ്രദേശത്തൊക്കെ മാറിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം, എന്തോ സംസാരിക്കാൻ വേണ്ടി എന്നോട് ഒരാൾ വന്ന് പറഞ്ഞങ്ങനെ എനിക്കന്ന് പോകാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റുന്ന അന്തരീക്ഷമല്ല, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് സുഖമില്ലായിരുന്നു അദ്ദേഹം ഇവിടെ വന്നത്. അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഒരു വളരെ 40-42 വർഷം സ്റ്റേറ്റ് കമ്മിറ്റി ഇരുന്ന ഒരു സഖാവ് സുഖമില്ലായിരിക്കും വന്ന് കാണുക എന്നുള്ളത് പിണറായപ്പെട്ട ഒരാളിൻ്റെ ഒരു ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ള അദ്ദേഹം വന്ന് കണ്ടു. സന്തോഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.